അല്ല കേസ് കിച്ചു ഏഹ്, അവൻ്റെ വീട്ടിലേക്ക് അങ്ങനെ തന്നെ പറയും അവൻ്റെ വീട്ടിലേക്ക് ഋതപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ വ്ളോഗ് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേസ്. ഇതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഇങ്ങനെ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അതിൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളുടെ ഒരു സംഗതി ഉണ്ടല്ലോ. അതായത് അവൻ്റെ വ്ളോഗിൽ വരുന്ന കമൻറ്റുകൾ എന്ന് മാത്രമല്ല, ആ വ്ളോഗിന് റിയാക്ട് ചെയ്തുകൊണ്ട് കുറേ ആളുകൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ സീക്രട്ട് ഏജൻ്റ് ആയിക്കോട്ടെ, ഖൈസ് ആയിക്കോട്ടെ, അങ്ങനെ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലത് രേണുസൂതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, രേണുസൂതിയുടെ അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, രേണുസൂതിയുടെ ചേച്ചീനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, തെറി വിളിച്ചുകൊണ്ട് ഒക്കെയാണ് അതിൽ കൂടുതൽ കമൻറ്റുകൾ വന്നിരുന്നത്. അതിൽ പലരും വേറെ ചില ആളുകൾ കമൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ, കിച്ചുമോനെ നന്നായിടാ, നീ നിൻ്റെ അവനെ കാണാൻ വേണ്ടിയിട്ട്, അനിയനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയല്ലോ, നന്നായി, നീ ഇനി അങ്ങോട്ട് വരണം, നിന്നെ തടയാൻ ആർക്കാണ് അവിടെ അവകാശമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് വന്ന് ഇതൊന്നും ജെനുവിനായിട്ട് കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കമൻറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. രേണുസുധിക്കും രേണുസുധിയുടെ ഫാമിലി, അതായത് കിച്ചു ഒഴികെയുള്ള ബാക്കി ആളുകളെ മൊത്തം അടിക്കാനുള്ള ഒരു വടി എന്നുള്ള ലെവലിൽ കിച്ചുവിൻ്റെ പ്രവൃത്തികളെയും കിച്ചുവിൻ്റെ വീഡിയോസിനൊക്കെ കാണുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു സംഭവമായിട്ട് എക്സ്പ്രഷനായിട്ടാണ് എനിക്കിത് തോന്നുന്നത് ഗൈസ്. ഇതിലെ കുറച്ച് പോയിന്റുകൾ നോക്കാം ഗൈസ്. അതായത് കിച്ചു രേണുസുധിയുടെ വീട്ടിലേക്ക് അങ്ങനെ പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. കിച്ചുവിനും ഋതപ്പനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പണിയേൽപ്പിച്ചിട്ടുള്ള ആ വീട്ടിലേക്ക് കിച്ചു അന്നത്തെ മറ്റേ ഒരു വിവാദമൊക്കെ ഉണ്ടാക്കിയില്ലേ, 15 ലക്ഷമോ 13 ലക്ഷം എന്താണ് വ്യൂസ് ഉള്ളത് കേസ് ആ ഒരു വീഡിയോന്. അതായത് ചെറുപ്പത്തിൽ ആരും നോക്കിയില്ല, രേണുസുധി നോക്കിയില്ല, അമ്മമാരാരും നോക്കിയില്ല, ഒറ്റപ്പെടലായിരുന്നു, പിന്നെ ഡ്രഗ് അബ്യൂസിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. ഇവൻ ആ വീഡിയോന് ശേഷം ഇവൻ അവരെന്ന് വിളിക്കൊന്നും ചെയ്യാണ്ട് നേരെ ഋതപ്പൻ്റെ കാണാൻ വേണ്ടി പോവാണ്. സംഗതി എന്താ വെച്ചാൽ പ്രത്യേകം മനസ്സിലാക്കണം, അവിടെ രേണുസുധി ഇല്ല. രേണുസുധിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പോവുകയാണ്, കോഴിക്കോട് എറണാകുളത്തേക്ക് തോന്നുന്നു പോവുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഋതപ്പനെ എടുക്കുകയാണ്. അപ്പോൾ പറയുമ്പോൾ ഋതപ്പൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവൂലേ, ആ കൊച്ചു പേടിച്ചിട്ടാണ്, കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവൻ ദുഷ്ടനാണ്, ക്രൂരനാണ്, ഡ്രഗ് അഡിക്റ്റാണ്, അവൻ ചീത്തയാണ്, അവൻ അപ്പി പയ്യനാണ്, അപ്പി ഏട്ടനാണ് കിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇവനെ കുറിച്ചിട്ട് ഇവൻ്റെ വീട്ടുകാർ, അതായത് രേണുസുധിയുടെ വീട്ടുകാർ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം പറയട്ടെ ഗൈസ്. ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ആധികാരികമായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച് ഈ ഷഫീന ബീവിയാണ് ഇങ്ങനെയുള്ള തമ്മത്തല്ലുകളൊക്കെ ഉണ്ടാക്കാനുള്ള മെയിൻ പുള്ളി എന്ന് പറയുന്നത്. ഞാൻ കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, ഏട്ടനായിക്കോട്ടെ, ആരായിക്കോട്ടെ, കുറച്ച് ദിവസം കാണാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ കൊച്ചുങ്ങൾക്ക് പൊതുവെ എന്താ വെച്ചാൽ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയ രീതിയിലായിരിക്കും അവർ പലപ്പോഴും പ്രതികരിക്കുന്നുണ്ടായിരിക്കാം. അവർക്ക് തുടക്കത്തിൽ പെട്ടെന്ന് ഇവന്നേ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കണമെന്നൊന്നുമില്ല. അങ്ങനെയാണ് അത്. നമ്മൾ മാമന്മാരോ അമ്മായിമാരോ കുട്ടിയച്ഛന്മാരോ കുട്ടിയമ്മമാരോ ഒക്കെ ചെറിയമ്മമാരൊക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളൊരു കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കാലത്തിന് ശേഷമാണ് ഒരു കൊച്ചിനെ കാണണമെങ്കിൽ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണണമെങ്കിൽ ആ കൊച്ചുങ്ങൾ നമ്മുടെ അടുത്ത് കമ്പനിയാകുമ്പോൾ പ്രശ്നമായിരിക്കും, അവർ അന്തം വിട്ടിട്ട് നോക്കിയിട്ട് നിൽക്കേണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സംഗതിയാണ് ഋതപ്പനെ ഓനെ കണ്ടപ്പോൾ കിച്ചുവിനെ കണ്ടപ്പോൾ തോന്നിയതാണ് കേസ് എനിക്ക് തോന്നണത്. ഞാൻ ഇതിൽ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ഇനി മറ്റുള്ളൊരു സൂക്ഷ്മദർശിനിയിലൂടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ വെച്ചിട്ട് അങ്ങനെ ആളെന്ന് കുറിച്ച് ഇതിങ്ങനെ തന്നെയാണ് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണെങ്കിൽ അങ്ങനെയാണ്, അല്ലാണ്ട് ഇപ്പോൾ എത്തപ്പോൾ പറയുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചപ്പോൾ രേണുസുധി ഇല്ലാത്ത സമയത്ത് കിച്ചു അവിടെ മനഃപൂർവ്വം കയറി ചെന്നു എന്നൊക്കെ ചിലവർ കിച്ചുവിനെ കുറ്റം പറയുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, ഇതിലൊരു വിഷയമുണ്ട്. ഇവന് എപ്പോൾ വേണമെങ്കിൽ അവിടെ കയറി ചെല്ലാം. ഒരു പക്ഷേ അവന് എനിക്ക് തോന്നുന്നത് ഇവ ഇൻട്രോവേർട്ടായ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേസ്. കിച്ചു സോഷ്യലി ഷൈ ആയിട്ടുള്ള ഒരാളാണ്. അവൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടാകുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയില്ല. വീഡിയോസ് ചെയ്യുന്നു, സാമൂഹികമായ വീഡിയോസ് ചെയ്യുന്നത് അവൻ്റെ അവൻ്റെ കൂട്ടുകാരെ സപ്പോർട്ട് കൊണ്ട് കൂടിയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഞാൻ ഇവിടെ പറയട്ടെ, അവിടെ ഇപ്പോൾ രേണുസുധി ഉണ്ടോ ഇല്ലേ എന്ന് അവന് ചിലപ്പോൾ കൃത്യമായിട്ട് അറിയില്ലായിരിക്കാം. ചിലപ്പോൾ രേണുസുധി അവിടെ ഇല്ല എന്ന് ഇപ്പോൾ അറിഞ്ഞിട്ട് മനഃപൂർവ്വം വ്ളോഗ് ചെയ്യാൻ വേണ്ടി അവിടെ കയറി വന്നതായിരിക്കും. രേണുസുധി എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു പക്ഷേ ഇവന് അറിയില്ലായിരിക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ രേണുസുധി ഇവന് തമ്മിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന കളിയായിരിക്കും. അതായത് അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കിച്ചു അവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ രേണുസുധിയുടെ എക്സ്പ്രഷനൊക്കെ വെച്ച ആളുകൾ എന്തെങ്കിലും രേണുസുധിനെ കുറ്റപ്പെടുത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ ഇനി വരണ്ട വിചാരിച്ചിട്ടായിരിക്കും രേണുസുധി ഇല്ലാത്ത സമയത്ത് ഇവൻ അവിടെ വന്നത്. പിന്നെ വേറെ എന്ന് വെച്ചാൽ ആ കൊച്ചു അവർ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കിച്ചു ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ കൊച്ചി അറിയാലോ, അമ്മേനെ കാണാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഏട്ടൻ വന്നു. അപ്പോൾ ഏട്ടൻ്റെ കൂടെയാണ് പോകുന്നത്, അതോ അമ്മേനെ എടുക്കാൻ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടാണ് പോകുക എന്നുള്ളൊരു കൺഫ്യൂഷൻ കൊച്ചിനുണ്ടായിരിക്കും ഇല്ലേ. ഇതൊക്കെ ആ കൊച്ചിൻ്റെ മുഖത്ത് നിന്ന് എഴുതിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ ഇതിൻ്റെ വേറൊരു സംഭവം പറയട്ടെ കേസ്. ഇവിടെ പലരും പറയുന്നുണ്ട്
കാര്യം ഉണ്ടായിരുന്നു. രേണുസുധിയുടെ ചേച്ചി 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ ഇവനിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അതെന്താണ് ഇവന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ, ആ തള്ളെന്താണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറേ ടീംസ് ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഇവൻ തന്നെ പറയുന്നുണ്ട് ഞാനൊരു ഡ്രഗ് അഡിക്റ്റായി, അല്ലെങ്കിൽ അഡിക്റ്റായി എന്നല്ല, ഡ്രഗ് അബ്യൂസിലേക്കൊക്കെ പോയത് ഇവൻ തന്നെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതുമല്ല, ഇവൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയം സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിനെ ബാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അവർ എയറിലാക്കാവുന്ന ഒരു സാധനം അതിലുണ്ടായിരിക്കും. ഇവൻ അറിയാതെ ചെയ്താണെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടായിരിക്കും. അപ്പം അതുമല്ല, ഇവൻ കൊച്ചിനെ ഋതപ്പനെ മാത്രമല്ല രേണുസുധിയുടെ ചേച്ചിയുടെ കുട്ടികളെയും കൊണ്ടുകൂടിയാണ് പോയത്. അത് എന്ന് പറയണ്ട, അത് അവൻ്റെ ഒരു നല്ലൊരു കാര്യം. അതായത് നല്ല ആറ്റിറ്റ്യൂഡാണ്. കൊച്ചുങ്ങളെല്ലാവരും ഒരുപോലെയല്ലേ. അപ്പോൾ ഋതപ്പനെ മാത്രമല്ല, അവിടെ ഏതൊക്കെ കൊച്ചുങ്ങളുണ്ട്, ആ കൊച്ചുങ്ങളെ മൊത്തം വിളിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ സ്വാഭാവികമാണെന്ന് വെച്ചാൽ ഇവൻ ഒരു പയ്യൻ, ഇവൻ ഇങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി ഉള്ള ഒരുത്തൻ, ഇവൻ പറഞ്ഞിട്ട് ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു എന്ന് ഇവൻ ഓപ്പണായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുത്തൻ അവൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഈ കൊച്ചുങ്ങളെയും വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത്, അങ്ങനെ അല്ലെങ്കിൽ എത്ര കമ്പനി ആൾക്കാർ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഇവരൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കല്ലേ, രേണുസുധിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാന്നല്ലേ പറയണത്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്കിനെ വിളിച്ചു നോക്കും. അതിപ്പോൾ എന്താ വിഷയം എന്താണ്? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കൊച്ചുങ്ങളെ വിളിച്ചുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോകണം നമ്മളാണ് വിചാരിക്കുക. രേണുസുധിയുടെ വീട്ടുകാർ, രേണുസുധിയുടെ അച്ഛൻ, രേണുസുധിയുടെ ചേച്ചിയൊക്കെ നമ്മളാണ് വിചാരിക്കുക. നമ്മളെന്താ ചെയ്യുക? ഈ വിളിച്ചോട്ട് പോയിക്കണേ മോനെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ് ചെയ്യുക. അത് ശരി, അവർക്ക് അത്രയും കെയറിങ്, കുട്ടികൾക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചേക്കുന്നത്. അതിനിപ്പോൾ എന്താണ് പ്രശ്നമുള്ളത്? എനിക്കതങ്ങനെ നെഗറ്റീവായിട്ടൊന്നും സംഭവമൊന്നും തോന്നുന്നില്ല ഗൈസേ. അതവർ തികച്ചും സ്വാഭാവികമായിട്ട് നമ്മളൊരു കുടുംബത്തിലെ ആളുകൾ എങ്ങനെയാണ് പെരുമാറുക, ആ രീതിയിലാണ് അവർ പെരുമാറിയതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ പല ആളുകളും പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു, കിച്ചുവിനോട് ആ വീട്ടിൽ കയറണ്ടെന്ന് പറയുക രേണുസുധിയുടെ അച്ഛൻ, തങ്കച്ചൻ എന്താണ് ഇതുള്ളത് എന്നൊക്കെ. അവർക്ക് സാധാരണ മനുഷ്യരാണ് കേസ്, അത്ര എഡ്യൂക്കേറ്റഡൊന്നും അല്ല. അങ്ങനെ എങ്ങനെ പെരുമാറണമെന്ന് വൃത്തിയായിട്ട് അറിയാത്ത ടീംസാണ്. പെരുമാറണമെന്ന് അറിയണോ അറിയാത്തതെന്നല്ല, അത് നമുക്ക് ശരിയും തോന്നുന്ന സാധനം ആയിരിക്കില്ല അവർ ചെയ്യണുണ്ടായിരിക്കുക. അങ്ങനെ രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അടിപൊളി തോന്നുന്ന രീതിയിലായിരിക്കണം എന്നില്ല. സുക്കളുടെ സോഷ്യൽ എറ്റിക്കറ്റൊക്കെ വെച്ചിട്ട് പെരുമാറണമെന്നില്ല. അവരൊരു സ്വാഭാവികമായ രീതിയിൽ അങ്ങനെ പെരുമാറുക, ഇടപഴകുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആളുകൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടൊരു സാധനമെന്ന് ചകഞ്ഞ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ സംഭവം. പിന്നെ അപ്പോൾ വേറെ സംഭവം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ തന്നെ ആ ഫാമിലീനെ എയറിലാക്കിയിട്ടും അങ്ങനെയുള്ള രീതിയിലാണ് കിച്ചുവിൻ്റെ വീഡിയോ പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് വരുന്ന സമയത്ത് വരണം മിസ്റ്റർ പെരേര, എന്തൊക്കെയാ സുഖമില്ലേ കൊച്ചുമോനെ, ആ രീതിയിലാണ് അവർ ഇടപെടുന്നുണ്ടാവുക. ചെറിയ പയ്യനൊന്നല്ല ഇവൻ. ഓക്കെ, ഒരാൾ ഇവൻ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരെ അവൻ്റെ നിഷ്കളങ്കതയും സംഗതികളൊക്കെ ആളുകൾ എടുക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല. അതിന് ശേഷം ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അവൻ ഓപ്പണായിട്ട് ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ അവനെ നോക്കി കണ്ടുണ്ടാവും. അത് കിച്ചു എന്നല്ല, ആരുടെ സംഗതി അങ്ങനെ തന്നെയാണ് കേസ്, എല്ലാവരുടെ സംഗതി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കിച്ചു ഋതപ്പനെ കാണാൻ വേണ്ടി അവൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി അവൻ അവിടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ്റെ ഫ്രണ്ട്സുമായിട്ട് രേണുസുധിയുടെ കുടുംബം താമസിക്കുന്ന കുറച്ച് കൊച്ചുങ്ങളുള്ള ഒരു വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 3 ചെക്കന്മാർ ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് പേടിയുണ്ടായിരിക്കും. ഇവരുടെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ അത് വലിച്ചിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ കൊച്ചുങ്ങളെ കൊണ്ട് പോവുകയാണ്, അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇവരെ വീണ്ടും എയറിലാക്കുമോ, ഇവർക്ക് വീണ്ടും ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു സംഗതി ഉണ്ടായിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ, പേടിയുണ്ടായി. പിന്നെ രേണുസുധിനെ പിക്ക് ചെയ്യാൻ വേണ്ടി അവർ പോകാൻ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു, ആ ടൈമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അവരുടേതായ പ്ലാനിങ്ങുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ എത്ര മണിക്ക് പോകണോ ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഇടയിൽ പേടിയുണ്ടായിരിക്കും. പിന്നെ കൊച്ചുങ്ങളെ കൊണ്ട് ആരെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വിളിച്ച് അന്വേഷിക്കും, ചോദിക്കും, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരിക്കും. പിന്നെ അവരുടെ ഫാമിലിയുള്ള സംഗതികളുടെ കേസ് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. എത്രത്തോളം കമ്പനിയാണെന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ തെറ്റും. ഞാൻ കിച്ചുവിൻ്റെ കാര്യത്തിൽ പറയുന്നതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തെറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അത്ര ഇമ്പ്രസ്ഡ് അല്ലാത്ത രീതിയിൽ ഒരു പെരുമാറ്റം കാണിച്ചുള്ള ഒരാൾ നമ്മുടെ കൊച്ചുങ്ങളെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെ കൊച്ചുങ്ങളെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു കൺസേൺ ഉണ്ടായിരിക്കും, നമുക്കൊരു പേടി ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ അസ്വാഭാവികമായിട്ടൊന്നുമില്ല എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കിച്ചു ഋതപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഒരു വ്ളോഗ് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് തോന്നിയുള്ളതെന്ന് വെച്ചാൽ, അവന് റീച്ച് വേണം, അവനൊരു വ്ളോഗ് ചെയ്യണം, അവൻ്റെ ഒരു വരുമാന മാർഗ്ഗമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അവനവൻ്റെ സുഹൃത്തുക്കൾ അടിച്ചൊളി മോഡൽ ഋതപ്പനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് അത്രയേ ഉള്ളൂ. ഇത് അസ്വാഭാവികമായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. അവന് കാശ് വേണം, വീഡിയോസ് ചെയ്യണം, റീച്ച് വേണം, അവനറിയാം. പിന്നെ ഈ ഒരു ടൈമിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി കൊളുത്തുന്നു എത്ര വ്യൂസാണുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി.
അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരിക്കും. പിന്നെ രേണുസുതി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന ഒരാളാണ്, കിച്ചു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന ആളാണ്. ഇവരെന്ത് ചെയ്താലും അത് കാണാൻ കേൾക്കാൻ ആൾക്കാരുണ്ട്, റിയാക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യണം. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കൊന്ന് ഇതെന്തോ വലിയൊരു സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കണമെന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഇതിൽ വേറെ കാര്യം, ചില ആളുകളുടെ കമൻറ്റുകളിൽ നിന്ന് എന്തോ വലിയ സംഭവമാണ്, എന്താണ് അവർ സ്ഥലത്ത് കുട്ടികളെ എടുക്കണു, പുറത്തേക്ക് പോകുന്നു, അതിൻ്റെ വീഡിയോ എടുക്കണം, അത്രയേ ഉള്ളൂ. അത് ആരുടെ കുട്ടികൾ ആര് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വിഷയം. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ കുട്ടികളെ കൊണ്ട് പുറത്ത് പോയിട്ടൊരു വീഡിയോ അങ്ങനെ ഔട്ടിങ് പോലെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പട്ടിച്ചാത്തരി കാണാണ്ടാവില്ല അത്. അത് കിച്ചു ആയതുകൊണ്ട്, രേണുസുതി ആയതുകൊണ്ട്, ഋതപ്പനായതുകൊണ്ടും, തങ്കച്ചൻ അവിടെ ഉള്ളതുകൊണ്ടും, രേണുസുതിയുടെ ചേച്ചി അവിടെ ഉള്ളതുകൊണ്ടൊക്കെ ഇത് കാണാൻ കേൾക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ ഇവർ ഡ്രഗ് ഉപയോഗിച്ചുള്ള ഒരാളാണെന്ന് ഇവ അഡ്മിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇത് കാണാൻ കേൾക്കുന്ന ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ട് എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് കണ്ടിട്ടാണ് കിച്ചുവിന് ഒരു ക്ലീൻ ഷീറ്റ് കിട്ടിയ ആളുകൾ മൊത്തം സപ്പോർട്ട് ചെയ്യണത്? എനിക്കത് മനസ്സിലാവാത്ത കേസ്. അവൻ സഹതാപ തരംഗം പോലെ അവൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത് കൊണ്ടാണ്. അവനൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ് നമ്മളറിയാത്ത എന്തൊക്കെ കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിലിങ്ങനെ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു തന്നെ എല്ലാ ഫ്രീഡം നൽകിയിട്ട് നിങ്ങളങ്ങോട്ട് വിടുമോ, കയറുപടി വിടുമോ? അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്, നിങ്ങളുടെ വീടാവണമെന്നില്ല, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ഒരുത്തം വന്നുള്ള അവസ്ഥ എന്താ? അതുമല്ല, അവനും കൂടി അവകാശമുണ്ട് എന്ന് പറയപ്പെടുന്ന അങ്ങനെ ലീഗലി അവനും കൂടി അവകാശമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുക വിചാരിക്കുക. അതിലേക്ക് ഇവൻ്റെ കൂട്ടുകാരെയും കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? നമുക്ക് പേടിയൊന്നും ഉണ്ടാവില്ലേ? നമ്മൾ ചിരിച്ചും കളിച്ച് നിൽക്കും. 2 ചെക്കന്മാരെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരിക. ഇവന്മാരുടെ കയ്യിൽ ഇതില്ലാന്ന് എന്താ ഉറപ്പുള്ളത്? ഡ്രഗ്സ് ഒന്നും ഇല്ലാന്ന് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ കൊച്ചുങ്ങളെ കൊണ്ട് പോകണം. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ വയലൻസുകൾ, ക്രൈംസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേടിയൊക്കെ ഇവർക്കുണ്ടായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഇത്രയൊന്നും ആലോചിക്കണ്ട, നമ്മളെന്തിനാണ് എക്സ്ട്രീം ലെവലിലേക്ക് പോകണം? ഇവർ അങ്ങനെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവരെ സമാധാനത്തെ ബാധിക്കുന്ന സാധനം ഉണ്ടാവില്ലേ. പിന്നെ ആ കൊച്ചിനോട് എടാ അമ്മ ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ, അല്ലെങ്കിൽ വലിയമ്മ ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഇട്ട്, ഇവൻ ഋതപ്പനോട് ചോദിക്കുന്നൊക്കെ ഇട്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്തു വിചാരിക്കുക. അത് ഇവർക്കത് വലിയ പ്രശ്നമാകൂലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിങ്ങനെയൊക്കെ കൺസേൺസ് ഉണ്ടായിരിക്കും. നിങ്ങൾ വല്ലാണ്ട് കാടും മലയും കയറിയിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ചിന്തിച്ച് നോക്കുക. രേണുസുധിയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ, ഋതപ്പൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ, രേണുസുധിയുടെ ചേച്ചിയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ, രേണുസുധിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ, കിച്ചുവിൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മളങ്ങനെ ചെയ്യും. ഞാൻ കാര്യം പറയട്ടെ കേസ്, രേണുസുധി ഇല്ലാത്ത സമയത്ത് കിച്ചുവിനെ കാണാൻ വേണ്ടിയിട്ട് കിച്ചുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ പോകില്ല. അത് അവരെ കൂടുതൽ അത്രയും ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലോ അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലോ ഒരു വൈബ് ഉണ്ടാക്കി കൊടുക്കില്ലായിരുന്നു. അങ്ങനെ ഒരു രീതിയിലൊരു വൈബായി മാറുന്ന മനസ്സിലാക്കാനുള്ള ബോധം കിച്ചുവിന് വേണം. അല്ലാണ്ട് കിച്ചു താമസിക്കുന്ന വീടാണെന്നുള്ള അവന് തോന്നിയ സമയത്താണ് കയറി ചെല്ലുക എന്നല്ല. കയറി ചെല്ലണേ കൊണ്ടല്ല, അവിടെ കൊച്ചുങ്ങളുണ്ട്. ആ കൊച്ചുങ്ങളെ കൊണ്ട് പുറത്ത് പോകുമ്പോൾ അവരുടെ പെർമിഷൻ വേണം, രേണുസുധിയുടെ പെർമിഷൻ വേണം. മനസ്സിലാവുണ്ട്. അപ്പോൾ നേരത്തെ കുട്ടി ചോദിച്ചിട്ട് ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾ കൊച്ചുങ്ങളെ കൊണ്ട് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയണം. പ്രത്യേകിച്ച് ഇവൻ ഓപ്പണായിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അഡ്മിറ്റ് ചെയ്തത് കൊണ്ട്. ഓക്കെ, ഇങ്ങനെ കാര്യം. പിന്നെ ഫ്രണ്ട്സായിട്ടാണ് ഉള്ളത്, 2 ഫ്രണ്ട്സ്. അവന്മാരുടെ സ്വഭാവം എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അവന്മാർ മോശമാണെന്നല്ല പറഞ്ഞു വരണത്. ഇവങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ അവരിലേക്ക് ഇങ്ങനെ കുറേ സംശയങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കിച്ചു ചെയ്തതിൽ ഇങ്ങനെ കുറേ ഉത്തരവാദിത്തക്കുറവുകൾ ഉണ്ട് എന്നാണ് കേസ് എനിക്ക് തോന്നണത്. ഒരു വീട്ടിലേക്ക്, കൊച്ചുങ്ങൾ താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അത് അവൻ അവകാശപ്പെട്ട വീട് ആണെങ്കിലും ഇവൻ ആ രേണുസുധിരത്ത് നേരത്തെ കുട്ടി ചോദിച്ചിട്ട് പോകണമായിരുന്നു. അല്ലെങ്കിൽ സർപ്രൈസായിട്ട് പോയിട്ട് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പോകുക എന്നുള്ളത്, അത് എല്ലാ സമയത്ത് അങ്ങനെയുള്ള സർപ്രൈസുകൾ ഇതും അങ്ങനെ ആ രീതിയിൽ പോകില്ല കേസ്. അങ്ങനെ ആവണമെന്നില്ല വൈബ്. അവർക്ക് എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും, ആ വീട്ടുകാർ എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ കാര്യം എന്താ വെച്ചാൽ, അങ്ങനെ കൊച്ചുങ്ങളെ പോകുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കുക. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിക്കാണ്ടിരിക്കട്ടെ, എന്തെങ്കിലും ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ അതിൽ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്ത് ആ ഫുഡ് പോയിസണിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം വെച്ചിട്ട്, ഇപ്പോൾ ഞാനൊക്കെ 2 ദിവസം മുമ്പ് പുറത്തുനിന്ന് കഴിച്ചിട്ട് എനിക്കത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഫുഡ് റെഡി ആവാണ്ടിരിക്കെ ചെറിയ കുട്ടിയാണ്, ചുമ, ജലദോഷമോ പനിയോ എന്തെങ്കിലും സംഭവിച്ചായിരിക്കും. അപ്പോൾ രേണുസുധി കൊച്ചിന് പനിയാണ്, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചുവിനെ മനഃപൂർവ്വം കുറ്റപ്പെടുത്താൻ വേണ്ടി വീഡിയോ ചെയ്യണു പറഞ്ഞിട്ട് ആളുകൾ അങ്ങനെ വ്യാഖ്യാനിക്കില്ലത്. അപ്പോൾ അങ്ങനെ കാര്യമുണ്ട്. കൊച്ചുങ്ങളെ കൊണ്ട് ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നിങ്ങളെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇത് രേണുസുധി വീഡിയോ ചെയ്യും എന്നുള്ള അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ പറഞ്ഞു വരുന്ന എന്താ വെച്ചാൽ, കൊച്ചുങ്ങളെ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, രക്ഷാധികാരികളുണ്ട്. അതുകൂടി കെയർ ചെയ്യണം, കൺസിഡർ ചെയ്യണം. അല്ലാണ്ട് ഇവന് തോന്നിയ മാതിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ലൈസൻസ് എല്ലാ സമയത്തും അങ്ങനെ എടുത്താൽ
ഇവന് തോന്നിയ മാതിരി ചെയ്യാൻ പറ്റണം എന്നില്ല. അങ്ങനെ കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കുന്നത് കേസ്. എന്തായാലും ഇവിടെ ആരും അങ്ങനെ വലിയ നിഷ്കളങ്കരായിട്ട് എനിക്ക് തോന്നുന്നില്ല. കിച്ചു അവരെ കുറച്ച് നേരെ ടെൻഷൻ അടിപ്പിച്ചു. പിന്നെ കിച്ചുവിൻ്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിൽ കയറി വരാൻ പറ്റും, ഏത് പാതിരാത്രി വേണമെങ്കിൽ കയറി വരാൻ പറ്റും. പക്ഷേ അവൻ്റെ കൂടെ 2 സുഹൃത്തുക്കളും കൂടി ഉണ്ട് എന്നുള്ളത് ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളെ കൺസേൺ ചെയ്യിക്കുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവരെ ഫാമിലിയായിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിഞ്ഞതും അറിയാത്തതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളൊക്കെ ഉണ്ടായിരിക്കും കേസ്. അപ്പോൾ ഇത് പലതും നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മളിതൊന്നും അറിയാണ്ട് വീഡിയോയിലൂടെ കാണുന്നത് മാത്രം വെച്ചിട്ട് നമ്മൾ വലിയ രീതിയിൽ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ എന്താ കാര്യമുള്ള കേസ്? എന്താ വെച്ചാൽ ഇപ്പോൾ വേറെ ചിലർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, രേണുസുതി ഡയറക്റ്റ് മീറ്റപ്പിനൊക്കെ വേണ്ടിയിട്ട് പൈസ വാങ്ങുന്നു, അപ്പോൾ അവൾ മറ്റേ പരിപാടിയാണ്, പോക്ക് കേസാണ്. അവൾക്ക് അവളുടെ മകനെ നോക്കാനും കെയർ ചെയ്യാനും കൺസിഡർ ചെയ്യാനുള്ള ഒരു സമയമില്ല. അതുകൊണ്ട് കിച്ചു ഇതറിഞ്ഞിട്ട് ഋതപ്പൻ്റെ അടുത്ത് പോയിട്ട് ഋതപ്പന് സ്നേഹം വാരിക്കോരി കൊടുക്കാൻ വേണ്ടി, ഭക്ഷണമായി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോയിന്ന്. അത് ശരി ആണോ? ആണ് കിച്ചു. അങ്ങനെയാണെങ്കിൽ കിച്ചുവിൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ, കിച്ചു നല്ലൊരു സ്ക്രീമറാണ്. കിച്ചുവിന് കൃത്യമായിട്ട് കാര്യങ്ങൾ വെച്ചിട്ട് സർപ്രൈസ് ആയിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ കിച്ചു കൂടുതൽ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇല്ലേ? അതിനും കൂടി വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത്ര കുഞ്ഞ് പയ്യനൊന്നല്ലല്ലോ കിച്ചു. ഓക്കെ, അവനറിയാം എന്തിട്ട് റീച്ചാവുന്നു, അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് വേറൊരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം അവനവിടെ താമസിക്കുകയായിരുന്നു. ഋതപ്പൻ്റെ കൂടെ കുറച്ച് ദിവസം താമസിച്ചപ്പോൾ എന്ത് പ്രശ്നമുള്ളത് എന്തെങ്കിലും അറിയില്ല കേസ്. ഞാൻ പറഞ്ഞകത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, നിങ്ങൾ ചിന്തിക്കണവർക്ക് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. നമ്മൾ വെറുതെ രേണുസുതി, കിച്ചു അങ്ങനെ പോയിട്ട് അവരെ വീഡിയോസിൽ സപ്പോർട്ട് ചെയ്ത്, അവർ വീഡിയോസിൽ കുറ്റം പറയിട്, അവർ വീഡിയോസിൽ കമൻറ്റ് ചെയ്യാണ്ടിരിക്കുക, ആ വീഡിയോസ് കാണണം അല്ലേ? അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ കിച്ചുവിനും അതേപോലെ രേണുസുതിക്കും ഒക്കെയാണ് കേസ്. എന്തായാലും നന്നായിട്ടുണ്ട്. നിങ്ങളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേസ്. എനിക്ക് തോന്നുന്ന കുറച്ച് അഭിപ്രായങ്ങൾ, ഓരോ പെർസെപ്ഷൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രം. ഐ മേ ബി റോങ്. ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് കാണുന്ന കുറേ ആളുകളുണ്ട് ഗീസ്. എൻ്റെ കുഞ്ഞ് യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഞാൻ എൻ്റേതായ അഭിപ്രായങ്ങൾ ഇവിടെ യുണീക്കായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് നിങ്ങളായിട്ട് ആണെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേസ്. അത്രയേ ഉള്ളൂ. അതായത് പൊതുവേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ഒരു പ്രത്യേക ഒരു വേർഷനിലൂടെ മാത്രം കാര്യങ്ങളെ നോക്കി കാണുമ്പോൾ ഒരു ആംഗിൾ പെർസെപ്ഷൻ ഒരു പ്രത്യേക രീതിയിൽ മാത്രമായി പോകുമ്പോഴുള്ള ചെറിയൊരു നിരാശയിൽ നിന്നൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ചില ആളുകളൊക്കെ കിച്ചുവിന് മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യണം, ചിലർ രേണുസുതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യണം. ഒരു സൈഡ് മാത്രം ആവണം എന്നില്ലല്ലോ ഒരു കാര്യത്തെ പല രീതിയിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ ക്രോഡീകരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒറ്റ സ്ട്രെച്ചിലാണ് പല കാര്യങ്ങളും പറയുന്നത്, അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് അതിലൊരു എഡിറ്റിങ്ങോ അങ്ങനെ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുകയോ സംഭവമൊന്നുമില്ല. അപ്പോൾ കിട്ടുന്ന കുറേ കാര്യങ്ങൾ എടുത്ത് ഷെയർ ചെയ്യണം മാത്രം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.